ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എന്റെ പേര് ജിജി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോ ന്യൂസിൽ ഭയങ്കര ചർച്ചയാണ്. ബ്രിക്സ് ഉച്ചകോടി, ബ്രിക്സ് സമ്മിറ്റ് 2026 ഇന്ത്യയിലാണ് നടക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പദ്ധതികളുമായിട്ട് നമ്മുടെ രാജ്യം ഒരുങ്ങിയാണ്. അപ്പൊ ഇത് G20 മാതൃകയിലാണ് രാജ്യമാകെ സമ്മേളനങ്ങൾ നടക്കുന്നത്. നമുക്ക് നേരത്തെ G20 സമ്മിറ്റ് ഇന്ത്യയിൽ നടന്നപ്പോൾ നമുക്കറിയാം ഒത്തിരി ആരവങ്ങളും ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. കാരണം നമ്മള് ഒരു ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഹോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും ആലോചിക്കണ്ട. നമ്മുടെ നാട്ടില് ഒരു വിരുന്നുകാർ വരികയാണ്, നമ്മുടെ നാട്ടിലല്ലേ, വീട്ടിലൊരു വിരുന്നുകാർ വരികയാണ്, നമ്മൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും അവര് പുറത്തു പോയി നമ്മളെ കുറിച്ച് പറയുന്നത്, അല്ലെ? ആ ഒരു ഇംപ്രഷൻ നമുക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് പറഞ്ഞയക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ലോകരാജ്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു സബ്മിറ്റിനെ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കുന്നോ, അപ്പൊ അതിന്റെ ഒരു വലിയൊരു ക്രെഡിറ്റും അത് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു സൗണ്ട് ലോകത്തിന്റെ പല കോണിലും എത്താൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഗ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത്. ഓൾറെഡി G20 നമ്മുടെ G20 മാതൃക എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഭയങ്കര അതിശയിപ്പിച്ച ഒരു സമ്മിറ്റ് തന്നെയായിരുന്നു. അതേപോലെ തന്നെയാണ് എന്തായിരുന്നു ബ്രിക്സ് നമ്മൾ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2026, അതായത് അടുത്ത വർഷമാണ് 2026 ജനുവരി 1 ഇത് നമ്മുടെ ആരംഭിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കേന്ദ്ര സർക്കാർ. അപ്പൊ 2026 ജനുവരി 1 മുതൽ എന്തായിരുന്നു ബ്രിക്സ് സമ്മിറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ജനുവരിയിലെ ബ്രിക്സ് ഉച്ചകോടി മുതൽ അധ്യക്ഷ പദവി ഇന്ത്യക്കാണ്. അപ്പോ ഈ കാലയളവില് രാജ്യത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാലയളവിൽ എന്തായിരുന്നു രാജ്യത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി ഇടുന്നതെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, നമ്മളിപ്പോ ഹോസ്റ്റ് ചെയ്യാൻ ഒരു ഇത് കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു അത്രയും നന്നായിട്ട് ചെയ്തു കൊടുക്കുക എന്നാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അപ്പോ ഈ കൂടാതെ ബ്രിക്സിന്റെ ഇപ്പൊ എന്തായിരുന്നു ചെയർപേഴ്സൺ ആരാണ്? ഇന്ത്യ തന്നെയാണ്. അപ്പൊ അതും ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയുടെ മുൻ G20 അധ്യക്ഷ പദവിക്ക് സമാനമായിട്ടുള്ള രീതിയിൽ രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരവും പൈതൃകവും പ്രദർശിപ്പിച്ചുകൊണ്ടും രാജ്യവ്യാപകമായ പാൻ ഇന്ത്യൻ ബ്രിക്സ് സമ്മേളനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ പദ്ധതി ഇടുന്നത്. രാജ്യവ്യാപകമായിട്ടുള്ള സമ്മേളനങ്ങൾ നടന്നു, അതായത് രാജ്യത്തുടനീളം നമ്മൾ സമ്മേളനങ്ങളായിട്ട് മുന്നോട്ട് പോവാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. രാജ്യത്തുടനീളം ഈ സമ്മേളനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന 60 പ്രധാന നഗരങ്ങളിലായിരിക്കും ബ്രിക്സുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടത്തുക. അതായത് എല്ലാ മുക്കും മൂലയും കവർ ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് 28 സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എല്ലാം എന്തായിരുന്നു ഇത് ഉൾപ്പെടെയാണ് നടത്തുക. ഈ 60 അങ്ങനെയുള്ള എല്ലാ 60 പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് ഈ ഒരു സമ്മിറ്റിന്റെ സമ്മേളനങ്ങൾ നടക്കുക, യോഗങ്ങൾ, മീറ്റിങ്ങുകൾ നടക്കുക എന്ന് പറയുന്നുണ്ട്. അതായത് രാജ്യത്തിന്റെ പല കോണുകളിലും ഈ ഒരു ബ്രിക്സ് സമ്മിറ്റ് കവർ ആവുന്നുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കവർ ആവുന്നുണ്ട് എന്ന് വേണം നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ രീതിയിലേക്ക് വേണം നമ്മൾ, കാരണം നമ്മളാണല്ലോ ഹോസ്റ്റ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ബ്രിക്സ് പ്രമേയമാക്കിയ പട്ടം പറത്തൽ ഉത്സവങ്ങൾ നമുക്ക് അറിയാലോ, കേറ്റ് ഫെസ്റ്റിവൽ നമുക്കുണ്ട്, അറിയാലോ. അപ്പൊ പട്ടം പറത്തൽ ഉത്സവങ്ങള്, ദീപാവലി, അതായത് എങ്ങനെയായിരിക്കും ബ്രിക്സ് പ്രമേയമായ പട്ടം പറത്തൽ എന്ന് പറയുമ്പോൾ പട്ടത്തില് ബ്രിക്സിന്റെ എംബ്ലം ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇനി അടുത്തത് ദീപാവലി സമയത്ത് ബ്രിക്സ് ലോഗോ ഉൾപ്പെടുത്തിയ ദീപാവലി ആഘോഷങ്ങൾ. അപ്പൊ ദീപാവലി ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു? ബ്രിക്സിന്റെ ലോഗോയും കൂടി ഉൾപ്പെടുത്തിയ ദീപാവലി ആഘോഷങ്ങൾ വേണമെന്നാണ് പറയുന്നത്. വിവിധ നഗരങ്ങളിൽ ബ്രിക്സ് ലോഗോയുടെ ഹോളോഗ്രാഫിക് അവതരണങ്ങള് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റിപ്പബ്ലിക് ദിന ടാബ്ലോയിൽ ബ്രിക്സിനെ ഒരു വിഷയമാക്കുക, ബ്രിക്സിനെ ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രതിനിധികളെ കൊണ്ടുപോകുന്ന വിമാനങ്ങളിൽ ബ്രാൻഡിങ് നടത്തുക. അപ്പൊ പ്രതിനിധികളെ കൊണ്ടുപോകുന്ന വിമാനങ്ങളിൽ എന്തായിരുന്നു? ബ്രാൻഡിങ് നടത്തുക. കേരളത്തിലെ വള്ളംകളി മഹോത്സവം
ഒഡീഷയിലെ അന്താരാഷ്ട്ര മണൽ ശില്പമേള, ഗോവ കാർണിവൽ തുടങ്ങിയ സംസ്ഥാന ഉത്സവങ്ങളിലും ബ്രിക്സ് ബ്രാൻഡിങ്ങും പരിചരണവും നടത്തുക. മെട്രോ സംവിധാനങ്ങൾ, സംസ്ഥാന ബസ്സുകൾ, റെയിൽവേ തുടങ്ങിയ പൊതുഗതാഗത മാർഗങ്ങളിലും ബ്രിക്സ് ലോഗോ പ്രദർശിപ്പിക്കുക. അപ്പോൾ നമ്മൾ റെയിൽവേ, മെട്രോ എല്ലാവിടെയും എന്തായിരുന്നു ബ്രിക്സ് ലോഗോ ഉണ്ടത്. എവിടെ നോക്കിയാലും ബ്രിക്സ്. അതാണ് ഇന്ത്യയുടെ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് എവിടെ നോക്കിയാലും ബ്രിക്സ് തന്നെ നമുക്ക് കാണാൻ ഇടയാവണം എന്നുള്ള രീതിയിലാണ് ശരിക്കും ഇത് 2026 ഉടനീളം ബ്രിക്സിന്റെ ഒരു ഇതായിരിക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത്. ബ്രിക്സ് തീം അടിസ്ഥാനമാക്കിയുള്ള ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക എന്നുള്ള. ഫുഡ് ഫെസ്റ്റിവലിന് ഉൾപ്പെടെ എന്തായിരുന്നു ബ്രിക്സ് തീം അടിസ്ഥാനമാക്കിയിട്ട് ഫുഡ് ഫെസ്റ്റിവൽ ഒക്കെ സംഘടിപ്പിക്കുക. ശരിക്കും അതെങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? ആ പല പല രാജ്യങ്ങളിലെ ഫുഡ് അങ്ങനെ കൊടുത്തിട്ടാണോ? അപ്പൊ അതിന്റെ നമുക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. കാരണം ഇനിയിപ്പോ അത് ഫുഡ് ഫെസ്റ്റിവൽ, ബാക്കിയൊന്നും അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല, നമുക്ക് അറിയാം ഓക്കെ ഇങ്ങനെയായിരിക്കും. റെയിൽവേ ഫുഡ് ഫെസ്റ്റിവൽ എന്താണ്? ബ്രിക്സിന്റെ ലോഗോ മാത്രമാണോ വെക്കുന്നത്? അല്ലെങ്കിൽ ബ്രിക്സിൽ 11 രാജ്യങ്ങളുണ്ട്. അപ്പൊ 11 രാജ്യങ്ങളിലെ സ്പെഷ്യൽ ഫുഡൊക്കെ അങ്ങനെയുള്ളതാണോ എന്ന് അറിയത്തില്ല. അതും തീരുമാനം എടുത്തില്ല. 2026 ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ്, ശക്തമായിട്ടുള്ള കാര്യമായിട്ടുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വത്വവും സ്ഥാനവും കൂടുതൽ ഉറപ്പിക്കുക, ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ഉദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് കേരളത്തിന്റെ പദ്ധതി. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബ്രിക്സ് രാജ്യങ്ങളുടെ ഇടയിൽ എന്തായിരുന്നു, ഇവിടെ കുറച്ച് ഇത് വരണം. നമ്മൾ വലിയ ആൾക്കാരാണ്, നമ്മൾ ഇന്ത്യ കണ്ടില്ല ഇത്രയൊക്കെ ചെയ്തത്. ആ ഒരു രീതിയിൽ നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നവരുടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം, എല്ലാവരുടെ മനസ്സിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ വരും. എന്താണ് ബ്രിക്സ്, എപ്പോഴാണ് വന്നത്, ഏതൊക്കെ രാജ്യങ്ങള്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ബ്രിക്സ് രാജ്യം അല്ലാത്തത്, ആയത്, അങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഇനി ബ്രിക്സിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ബ്രിക്സ് എന്ന് പറയുമ്പോൾ 2009 ഫോം ചെയ്തത്. എപ്പോഴാണ്? 2009. അന്ന് ഈ ബ്രിക്സ് ആയിരുന്നില്ല പേര്. എന്തായിരുന്നു? ബ്രിക് ആയിരുന്നു പേര്. എങ്ങനെയായിരുന്നു? ബ്രിക് ആയിരുന്നു പേര്. അതായത് നമ്മൾ അത് 2009 ഇത് എസ്റ്റാബ്ലിഷ് ആവുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന. ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, ഇവരെ ഉണ്ടായിരുന്നുള്ളൂ. ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈന. B for ബ്രസീല്, R for റഷ്യ, I for ഇന്ത്യ, C for ചൈന. ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? വീണ്ടും 2010 സൗത്ത് ആഫ്രിക്കയും കൂടി ഇവരുടെ കൂടെ ജോയിൻ ചെയ്തപ്പോഴാണ് ഇതെന്തായത്? ബ്രിക്സ് ആയിട്ട് മാറിയത്. ഓക്കെ, സൗത്ത് ആഫ്രിക്കയും കൂടി ജോയിൻ ചെയ്തു, അത് കഴിഞ്ഞ് ബ്രിക്സ് ആയി. അപ്പൊ ഇവിടെ എന്തായിരുന്നു? 5 രാജ്യങ്ങളായി. പ്ലസ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 എണ്ണം കൂടി കൂടിയിട്ടുണ്ട്. അപ്പൊ 11 പക്ഷെ എന്തായിരുന്നു? പേര് മാറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഇനിയിപ്പോ ഓരോ രാജ്യങ്ങൾ വരുമ്പോ അതിന്റെ നീളം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പേര് മാറ്റിയിട്ടില്ല. ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നോക്കാം. ബ്രിക്സ് എന്ന് പറയുമ്പോൾ എമർജിംഗ് എക്കണോമീസിന്റെ ഒരു ഗ്രൂപ്പാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, അത് കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്ക വന്നു, ഈജിപ്ത്, എത്യോപ്യ, ഇറാന്, UAE. 2024 UAE വന്നത്. 2025 ഇന്തോനേഷ്യ വരുന്നത്. 2025 ഇന്തോനേഷ്യയും വരുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ഈ ഒരു ബ്രിക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്ലോബൽ പോപ്പുലേഷന്റെ 40% കവർ ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ പോപ്പുലേഷന്റെ 40% ബ്രിക്സ് രാജ്യങ്ങളാണ് കവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 40% ആരാണ് കവർ ചെയ്യുന്നത്? ബ്രിക്സ് രാജ്യങ്ങളാണ് കവർ ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ the group was founded to promote economic cooperation and serve as a counterbalance to Western-led global institutions എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്കണോമിക് കോർപ്പറേഷനും ഒക്കെ കൂടിയിട്ട് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാനും ബാക്കിയുള്ള രാജ്യങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കും അതുപോലെ വളരാനും ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ബ്രിക്സ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ രാജ്യങ്ങളാണ്. ഇങ്ങനെ ചോദ്യം ചോദിക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബ്രിക്സിലെ രാജ്യമല്ലാത്തത്, അംഗരാജ്യമല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ രാജ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. നമ്മുടെ ബ്രസീല്, റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇറാന്, UAE, അതുപോലെ തന്നെ ഇന്തോനേഷ്യ, ഇവരൊക്കെ എന്തായിരുന്നു? ബ്രിക്സിലെ രാജ്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത്
നമ്മൾ പറഞ്ഞു ബ്രിക്സില് 11 രാജ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 11 രാജ്യങ്ങളുടെ കറൻസി ഏതാന്ന് ചോദിക്കും. കാരണം 2026 ഇവിടെ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ഈ ബ്രിക്സിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും ആ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നും ആ രാജ്യത്ത് ഉപയോഗിക്കുന്ന നാണയങ്ങളുടെ കറൻസീസിന്റെ പേരെന്താണ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായിരുന്നു നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് തീർച്ചയായും പഠിക്കാം അല്ലെ. അപ്പൊ ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം പറയുന്നത് എന്തായിരുന്നു? ബ്രസീൽ. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന രാജ്യമാണ് ബ്രസീൽ. എന്താണ് ബ്രസീലിന്റെ ക്യാപിറ്റൽ? ബ്രസീലിയ എന്നാണ് ബ്രസീലിന്റെ ക്യാപിറ്റൽ. എന്തായിരുന്നു ബ്രസീലിന്റെ ക്യാപിറ്റൽ? ബ്രസീലിയ എന്നായിരുന്നു ബ്രസീലിന്റെ ക്യാപിറ്റൽ. ഇനി ബ്രസീലിന്റെ ആ കറൻസി എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് ബ്രസീലിയൻ റിയാൽ. അപ്പൊ ബ്രസീലിന്റെ ക്യാപിറ്റൽ എന്തായിരുന്നു? ബ്രസീലിയ എന്നാണ്. അതുപോലെ തന്നെ ബ്രസീലിന്റെ കറൻസി എന്തായിരുന്നു? ബ്രസീലിയൻ റിയാൽ എന്നാണ് കറൻസിയുടെ പേര്. ഇനി അടുത്ത ഒരു രാജ്യം നോക്കാം. ബ്രസീൽ പഠിച്ചല്ലോ, ഇനി ഇവിടെ തന്നെ പഠിച്ചിട്ട് പോകട്ടോ. അടുത്തൊരു രാജ്യമാണ് റഷ്യ. റഷ്യ മോസ്കോ ആണ് റഷ്യയുടെ ക്യാപിറ്റൽ. എന്തായിരുന്നു റഷ്യയുടെ ക്യാപിറ്റൽ? മോസ്കോയാണ് റഷ്യയുടെ ക്യാപിറ്റൽ. എന്താണ്? മോസ്കോയാണ് റഷ്യയുടെ ക്യാപിറ്റൽ. ഇനി റഷ്യയിൽ അവർ ഉപയോഗിക്കുന്ന കറൻസിയുടെ പേര് എന്താണ്? കറൻസി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് റഷ്യൻ റുബിൾ ആണ്. എന്തായിരുന്നു? റഷ്യൻ റുബിൾ എന്ന് പറയുന്ന കറൻസിയാണ് റഷ്യയിൽ അവർ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത രാജ്യം ഇന്ത്യ. ഇന്ത്യ നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യമായതുകൊണ്ട് അതിൽ കൂടുതലായിട്ട് എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യമില്ല. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ഏതാ? ന്യൂഡൽഹിയാണ് നമ്മുടെ രാജ്യത്തിന്റെ അതൊന്നും അറിയാത്തത് ആരും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അതൊന്നും അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ന്യൂഡൽഹിയാണ് ക്യാപിറ്റല്. അപ്പൊ നമ്മുടെ രൂപ നമ്മൾ നോർമലി പറയുന്നതാണ് റുപ്പീസ് ആണ് അല്ലെ. റുപ്പീസ് ആണ് നമ്മുടെ എന്തായിരുന്നു നാണയം, കറൻസി എന്ന് പറയുന്നത്. അതിലിപ്പോ വലിയ ഡൗട്ട് ഒന്നും ആർക്കും ഉണ്ടാവില്ല. ഇനി അടുത്തത് ചൈന. ചൈനയുടെ ക്യാപിറ്റൽ ഏതാണ്? ചൈനയുടെ ക്യാപിറ്റൽ ഏതാണ്? ചൈനയുടെ ക്യാപിറ്റലിന്റെ പേരാണ് ബീജിംഗ് എന്ന് പറയുന്നത്. ചൈനയുടെ ക്യാപിറ്റലിന്റെ പേരെന്താണ്? ബീജിംഗ് ആണ് ചൈനയുടെ ക്യാപിറ്റലിന്റെ പേര്. ഇനി ചൈനയുടെ കറൻസിയുടെ പേര് നമുക്ക് ചൈനയുടെ കറൻസി യുവാൻ എന്നും പറയും. പക്ഷെ ഒഫീഷ്യൽ കറൻസിയുടെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു? റെൻമിൻബി ആണ് ഒഫീഷ്യൽ കറൻസിയുടെ പേര്. നല്ല രസമുണ്ട് പേര് അല്ലെ. ഓക്കെ, അതാണ് പേര്. ഇനി അടുത്തത് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയ്ക്കും ഒരു ക്യാപിറ്റൽ ഉണ്ട്. എന്താണ് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപിറ്റലിന്റെ പേര്? ദക്ഷിണാഫ്രിക്കയുടെ ക്യാപിറ്റൽ പ്രിട്ടോറിയ. എന്തായിരുന്നു പേര്? പ്രിട്ടോറിയ എന്നാണ് പേര്. ദക്ഷിണാഫ്രിക്കയിലെ കറൻസിയുടെ പേരെന്താണ്? സൗത്ത് ആഫ്രിക്കൻ റണ്ട് എന്നാണ്. എന്തായിരുന്നു? സൗത്ത് ആഫ്രിക്കൻ റണ്ട് എന്താണ് ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്കയുടെ കറൻസിയുടെ പേരെന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈജിപ്ത്. ഈജിപ്തിന്റെ ക്യാപിറ്റൽ ഉണ്ടോ? ഈജിപ്തിന് ഒരു ക്യാപിറ്റൽ ഉണ്ട്. എന്താണ് ഈജിപ്തിന്റെ ക്യാപിറ്റലിന്റെ പേര്? കെയ്റോ ആണ്. എന്തായിരുന്നു ഈജിപ്തിന്റെ ക്യാപിറ്റലിന്റെ പേര്? കെയ്റോ. കെയ്റോ എന്നാണ് ഈജിപ്തിന്റെ ക്യാപിറ്റലിന്റെ പേര്. എന്താണ് ഈജിപ്തിന്റെ കറൻസി? ഈജിപ്ഷ്യൻ പൗണ്ട് ആണ്. എന്തായിരുന്നു? ഈജിപ്ഷ്യൻ പൗണ്ട് ആണ് ഈജിപ്തിന്റെ കറൻസി. ഈജിപ്ഷ്യൻ പൗണ്ട് ആണ് ഈജിപ്തിന്റെ കറൻസി. ഇനി അടുത്തത് എത്യോപ്യ. എത്യോപ്യക്കും എന്തുണ്ട്? ഒരു ക്യാപിറ്റൽ ഉണ്ട്. എത്യോപ്യയുടെ ക്യാപിറ്റലിന്റെ പേരെന്താ നോക്കാം. ആഡിസ് അബാബ എന്നാണ് പേര്. എന്തായിരുന്നു? ആഡിസ് അബാബ എന്നാണ് എത്യോപ്യയുടെ ക്യാപിറ്റലിന്റെ പേര്. ഓക്കെ, ആഡിസ് അബാബ എന്ന പേര്. ഇനി എത്യോപ്യക്ക് ഒരു കറൻസി ഉണ്ട്. ആ കറൻസിയുടെ പേര് എത്യോപ്യൻ ബിർ എന്നാണ്. എന്തായിരുന്നു കറൻസിയുടെ പേര്? എത്യോപ്യൻ ബിർ എന്നാണ് ആ കറൻസിയുടെ പേര്. എത്യോപ്യൻ ബിർ എന്നാണ് ആ കറൻസിയുടെ പേര്. ഇനി അടുത്തത് ഇറാൻ ഒരു ക്യാപിറ്റൽ ഉണ്ട്. ഇറാന്റെ ക്യാപിറ്റലിന്റെ പേര് ടെഹറാൻ എന്നാണ്. എന്തായിരുന്നു? ടെഹറാൻ എന്നാണ്. എന്താണ് ഇറാന്റെ കറൻസിയുടെ പേര്? ഇറാനിയൻ റിയാൽ ആണ്. എന്തായിരുന്നു? ഇറാനിയൻ റിയാൽ ആണ് ഇറാന്റെ ക്യാപിറ്റലിന്റെ പേര്. ഇറാനിയൻ റിയാൽ ആണ് ക്യാപിറ്റലിന്റെ പേര്. അടുത്തത് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലിന്റെ പേരാണ് ജക്കാർത്ത എന്ന് പറയുന്നത്. ജക്കാർത്തയാണ് ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലിന്റെ പേര്. എന്തായിരുന്നു? ജക്കാർത്തയാണ് ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലിന്റെ പേര്. ഇന്തോനേഷ്യൻ റുപ്പി ആണ് ഇതിന്റെ കറൻസി. ഇന്തോനേഷ്യൻ റുപ്പി ആണ് കറൻസി. സൗണ്ട് വരുന്നുണ്ടോ? ഇലക്ഷനായി പ്രചരണ പരിപാടികളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ചെറിയൊരു സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ചെറുതായിട്ട് കേൾക്കുന്നുണ്ടാവും. കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ.
സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ ആണ് റിയാദ്. കറൻസി സൗദി റിയാൽ ആണ്. സൗദി റിയാൽ ആണ്. അടുത്തത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ക്യാപിറ്റൽ ഏതാ? അബുദാബിയാണ് ക്യാപിറ്റൽ. ഏതാണ്? അബുദാബിയാണ് ക്യാപിറ്റൽ. നമ്മുടെ ഇതിന്റെ കറൻസി, സൗദി അറേബ്യയുടെ കറൻസി, സൗദി അറേബ്യ അല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ കറൻസി ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ദിർഹമാണ്. ദിർഹമാണ് കറൻസി ട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി നമുക്കൊരു കോഴ്സ് ഉണ്ട്, PWCയുടെ കോഴ്സാണ്. ഒരു AI ബേസ്ഡ് കോഴ്സ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ കാലത്ത് AI എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഞാനൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോ ഈ ഒരു AI കോഴ്സ് നിങ്ങൾക്ക് പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു AI കോഴ്സ് ആണ്. ലൈവ് ക്ലാസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ ലിങ്ക് ഉണ്ട്. അപ്പൊ അതിൽ കയറി ഒന്ന് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും, ഫീയും എല്ലാം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ മതി. ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.